ആരോമലേ, എന്താ മച്ചന? കളിപ്പറമ്പിന്റെയും കാറപ്പറമ്പിന്റെയും കളിപ്പറമ്പിലെ കളരുടെ അവകാശം നിക്ക് തരാന്ന് പറഞ്ഞു മാവൻ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. അത് ഉണ്ണിയാർച്ചയ്ക്ക് കൊടുക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അച്ഛനും ഞാനും. പുത്തൂരം വീട്ടിന്ന് അപ്പൊ നിക്കൊരു അവകാശം ഇല്ലാന്നോ? 1001 അച്ചാരവും 1001 പൊന്നും തിലാൻ തൂക്കി പാത്രങ്ങളും മറ്റവകാശങ്ങളും കൊടുത്തിട്ടാണ് നേർപങ്ങളെ ഇളന്തളർ മഠത്തിലേക്ക് ഇറക്കി അയച്ചതെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ എന്നെ എന്തിനാ അങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന് ഓരോന്ന് മോഹിപ്പിക്കണതാവും? അച്ഛനും അമ്മയും മരിച്ചുപോയ ഒരു അനാഥനെ വളർത്തി വലുതാക്കി എന്നുള്ളത് നേര്. അടവും പയറ്റും പഠിപ്പിച്ചു എന്നുള്ളത് നേര്. അതിന്റെ കൂടെ കുന്നോളം മോഹം മനസ്സിൽ കൂട്ടിവെക്കാനും പറഞ്ഞിട്ടുണ്ടാവില്ല അച്ഛൻ. ഉണ്ടോ? ആർച്ചേ, അഭ്യാസ കാഴ്ചയാണ് മണ്ഡലം ഒന്നിന്. പറഞ്ഞില്ലേ അമ്മാവൻ? പറഞ്ഞു. അങ്ങനെ ചന്തുവും ചേകവനാവാൻ പോവാണ്. നാടുവാഴിയും ദേശവാഴിയും വരും. നാട്ടുമുഖ്യസ്ഥന്മാരുടെയും നാടുവാഴിയുടെ മുമ്പില് ഈ ചന്തുവിന്റെ അഭ്യാസത്വവും തെളിയിക്കും. തെളിയിക്കേണ്ടി വരും. ചേകപ്രസ്ഥാനം കിട്ടണമെങ്കിൽ അഭ്യാസ കാഴ്ച വേണല്ലോ. അതിനിടയിൽ പക്ഷേ ചന്തുവാങ്ങളുടെ കള്ളക്കോലും ഉണ്ടാവും അല്ലേ? കള്ളക്കൊല്ല് നെന്താങ്ങളെയും മോശക്കാരനല്ല. എന്റെ നേരാങ്ങളെ കുറിച്ച് അത് മാത്രം ആരും വിശ്വസിക്കില്ല. ചന്തുവാങ്ങൾ എത്ര നുണ പറഞ്ഞാലും. അതിരിക്കട്ടെ, അഭ്യാസ കാഴ്ച കഴിഞ്ഞാല് ചന്തുവാങ്ങളെ ഇളന്തളർ മഠത്തിലേക്ക് പോവാണെന്ന് കേട്ടു. ആര് ചൊല്ലി? ചൊല്ലിയത് ആരോ ആവട്ടെ, കാര്യം നേരാണോ? അങ്ങനെ ഒരു ആലോചന മനസ്സിൽ വരാണ്ടില്ല. പക്ഷേ അത് ഞാൻ മുളയിലേ നുള്ളിക്കളഞ്ഞു. പോകുന്നെങ്കില് ആർച്ചയും കൊണ്ടേ പോകുന്നു നിശ്ചയിച്ചു. ആ മൊഴിയും കേട്ടു എന്ന് പറഞ്ഞു. ആ ആർച്ച ഏതാർച്ച? മികവിൽ മികച്ചേരിയിലെ തുമ്പോലാർച്ച. എന്റെ മനസ്സില് ഒരൊറ്റ ആർച്ചയുള്ളൂ. ഞാൻ താലി കെട്ടിയ ഈ ആർച്ച. അത് വെറും നൂലാചാരം. എപ്പോ വേണമെങ്കിലും മുറിച്ചു കളയാവുന്ന പഴയ ഒരു അന്ധവിശ്വാസം എന്നൊക്കെയല്ലേ തുമ്പോലാർച്ചയോട് പറഞ്ഞത്. പാവം, അതും വിശ്വസിച്ചിരിക്കുകയാണാവോ അവള്. നമ്മളും പോവില്ലേ ഉണ്ണിയമ്മേ അഭ്യാസ കാഴ്ച കാണാൻ? പിന്നെ പോവാതെ.